മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജോലി കഴിഞ്ഞ് വിഷമിച്ച് വരുന്ന സാഗറിനെ ചോറ് വിളമ്പി കൊടുക്കുകയാണ് മഞ്ജു. അങ്ങനെ മഞ്ജുവും സാഗറും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സാഗറിനാണെങ്കിൽ കറികളൊന്നും ഒഴിച്ച് ചോറ് കുഴച്ച് തിന്നാൻ പറ്റുന്നില്ല. അങ്ങനെ സാഗറാണെങ്കിൽ വല്ലാതെ കൈ ഇങ്ങനെ കുടയുന്നത് കണ്ടപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നും പറഞ്ഞ് സാഗറിൻ്റെ കൈ നോക്കുമ്പോഴേക്കും കൈയെല്ലാം അവിടെ ഇവിടെ എല്ലാം കൊമളച്ച് നിൽക്കുന്നത് കണ്ട് മഞ്ജുവിന് വളരെ സങ്കടമാകുന്നു. നിങ്ങളിന്ന് എന്ത് ജോലിക്കാണ് പോയതെന്ന് എന്നോട് പറയണം, നിങ്ങൾ കൂലിപ്പണിക്കല്ലേ പോയത്, സത്യം പറയും സാഗറേട്ടാ എന്നെല്ലാം പറയുന്നുണ്ട്. എല്ലാം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് മഞ്ജു, അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കുക, അതൊക്കെ പിന്നീട് ശരിയായിക്കൊള്ളുമെന്ന് പറയുന്നു. അങ്ങനെ മൈക്കാട് പണിക്കാണ് പോയതെന്നെല്ലാം സാഗർ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഇന്നലെ വിളിച്ചിരുന്നു, അവൾ ജോലി ചെയ്യുന്ന ടെക്സ്റ്റൈൽസിൽ എനിക്കും ഒരു ജോലി ഒപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഫോട്ടോ മാനേജർ കണ്ടപ്പോൾ വന്നോളാം പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സാഗറേട്ടൻ നല്ലൊരു ജോലി കിട്ടുന്നത് വരെ പോകണ്ട, ഞാൻ പോയിക്കോളാം എന്നല്ല മഞ്ജു സാഗറിനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സാഗർ പറയുന്നുണ്ട് താൻ ജോലിക്ക് പോകുന്നതൊന്നും എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല, പക്ഷേ താൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ വെറുതെ ഇരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്ന ജോലി തന്നെ തുടർന്ന് ഞാൻ ചെയ്തോളാം, നമ്മളുടെ കാര്യങ്ങളെല്ലാം ശരിയായി വരും മഞ്ജു എന്നൊക്കെ സാഗർ പറയുന്നുണ്ട്. നന്നായിട്ട് വളയം പിടിക്കാൻ അറിയുന്നതുകൊണ്ട് ഇടയ്ക്ക് ഡ്രൈവർ ജോലിയും കിട്ടുമായിരിക്കും, അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ഒരു മുട്ടില്ലാതെ പോവും മഞ്ജു എന്നൊക്കെ പറയുന്നുണ്ട് സാഗർ. പിന്നീട് വളരെ വേദനയോടുകൂടി തന്നെ ഭക്ഷണം വാരി കഴിക്കുന്ന സാഗറിനെ കണ്ടിട്ട് മഞ്ജുവിന് സഹിക്കാനായില്ല. അങ്ങനെ മഞ്ജു കരയുന്നത് കണ്ടപ്പോൾ സാഗർ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് മഞ്ജു നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട. എല്ലാ പെൺകുട്ടികളും അവരവരുടെ ഭർത്താവ് ജോലിക്ക് പോകുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്, നിന്നെപ്പോലെ കരയല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയോടായിട്ട് ദുർഗ പറയുന്നുണ്ട് എന്താണെങ്കിലും ആ പായസത്തിൽ വിഷം ചേർത്തിട്ടുള്ള കാര്യം അവൾ അറിഞ്ഞു കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൾ ആ പായസം എടുത്ത് മാറ്റിയതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അബദ്ധമൊന്നും പറ്റില്ലല്ലോ എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ പറഞ്ഞ സമയത്ത് അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും ദുർഗയ്ക്കും ഉണ്ണിക്കുമാണെങ്കിലും വളരെ ദേഷ്യമാകുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയോട് ദുർഗ ചോദിക്കുന്നുണ്ട് നിൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസം അവിടെ വന്ന സ്വാമി എന്താടി പായസത്തിൽ കലക്കി ഒഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ സംസാരം ഇപ്പോൾ ഇവിടെയും തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പായസത്തിനകത്ത് വിഷം ചേർത്ത് എന്നെയും കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചത് കരുണയും അവളുടെ മുത്തശ്ശിയും അവളുടെ അച്ഛനും കൂടിയാണെന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മി. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് കഥകളൊന്നും പൊളിച്ചെഴുതാൻ നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഞാനല്ലടാ പൊളിച്ചെഴുതിയത്, ദൈവം പറഞ്ഞു വിട്ടതുപോലെ ആ സ്വാമി അവിടേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാനും കണ്ണേട്ടനും രക്ഷപ്പെട്ടതെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയോട് തീരാത്ത ദേഷ്യമുണ്ട്, കൂടാതെ അവളുടെ വയറ്റിൽ കുഞ്ഞുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവളുടെ അസൂയയുമായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തതെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും ആ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നായിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെന്നെല്ലാം പറയുന്നുണ്ട്, അതിപ്പോൾ നിങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്തെന്നെല്ലാം പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിർത്ത്, സ്വയം തോന്നിയ കാര്യങ്ങളൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ട എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നീ എന്നോട് നിർത്താൻ പറയോടി എന്ന് ചോദിക്കുമ്പോഴേക്കും കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട് നിർത്താൻ പറയും, കാരണം അയാൾക്ക് അധികാരമുള്ളൊരു വീട്ടിൽ നിന്നുകൊണ്ട് അയാളോട് എതിരെ സംസാരിക്കുന്നവരോട് നിർത്താൻ പറയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്ന് തന്നെ കണ്ണൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉണ്ണി ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുകയാണല്ലേ ഏട്ടനെ ചോദിക്കുമ്പോൾ പിന്നെ നീ പറയുന്നതാണോ ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട് തിരിച്ചുണ്ണിയോട്. ഇത് കേൾക്കുന്ന ഉണ്ണിക്കും ദുർഗയ്ക്കുമെല്ലാം ഉത്തരം മുട്ടുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇയാൾക്ക് അവകാശപ്പെട്ട വീട്ടിൽ നിന്നും ഞാൻ എപ്പോൾ ഇറങ്ങിപ്പോകാൻ പറയുന്നോ അന്നേരം തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മേഘൻ്റെ അടുത്ത് ചെന്ന് ഉണ്ണി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും മേഘം പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ച് മേടിക്കുക തന്നെ ചെയ്യുമെടാ ഉണ്ണി, അധികം താമസമില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും സീമന്തിനി പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും പെരുമാറ്റങ്ങളെല്ലാം നിർത്ത്, എല്ലാം ആർക്കും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടെ കുറച്ച് ഡ്രസ്സെല്ലാം എടുക്കാനായിട്ട് ഒരു തുണിക്കടയിലോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് നീ പോയി എടുത്തോണ്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണന് കാറിൽ തന്നെ ഇരിക്കുന്നു. മഹാലക്ഷ്മി ആണെങ്കിൽ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സുകളെല്ലാം നോക്കുന്നതിനിടയിൽ മഹാലക്ഷ്മി ഒരാളെ കണ്ട് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു ആണ്. മഞ്ജുവിനോടാണെങ്കിൽ പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് മഞ്ജു ആ കടയിൽ ചെന്നിട്ടുണ്ട്. അങ്ങനെ സെയിൽസ് ഗേളായിട്ട് ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നത് കാണുമ്പോഴേക്കും മഹാലക്ഷ്മിക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. മഞ്ജുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.